പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് അച്ഛൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്ത പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. ആ സന്തോഷത്തിൻ്റെ വാർത്ത എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എത്ര തിന്മയുണ്ടെങ്കിലും, എത്ര മോശമായ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും, ഏതെല്ലാം തരത്തിൽ ചില അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിലത് കാണാൻ ആഗ്രഹിക്കാത്താണെങ്കിലും മറ്റു മക്കൾ പറയാറുണ്ട് അത് മാറ്റണം, അത് ശരിയല്ല. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ലേ? എങ്കിൽ ഇതാ വചനം പറയുന്നു, അങ്ങനെ ഏത് കാര്യമാണെങ്കിലും ഈശോ അതിൽ നിന്ന് നമ്മെ മാറ്റി നമ്മളെ വിശുദ്ധീകരിക്കുന്ന പറയുന്നത്. അത് മോശമായ സ്വഭാവമാണെങ്കിൽ നല്ല സ്വഭാവമാക്കി മാറ്റും. മോശമായ പ്രവൃത്തിയാണെങ്കിൽ നല്ല സ്വഭാവം ചെയ്യുന്ന നല്ല വ്യക്തിയായി കർത്താവ് മാറ്റും. അങ്ങനെ മാറ്റുന്ന ഒരു വചനഭാഗമാണ് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ 24-ാം അധ്യായം 5-6 വാക്യത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്. വലിയൊരു സന്തോഷം നൽകുന്ന വചന. ദൈവജനം പാപം ചെയ്ത് അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവരെ എപ്രകാരമാണ് ദൈവം വീണ്ടും നല്ലവരാക്കി, നല്ല ഫലങ്ങൾ നൽകുന്ന നല്ല വ്യക്തികളാക്കി മാറ്റുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തെ യോഗ്യതയാൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളെയും അങ്ങനെ നല്ലവരാക്കി മാറ്റണം, നല്ല പ്രവൃത്തി ചെയ്യുന്ന നല്ല വ്യക്തികളായി രൂപാന്തരപ്പെടുത്തുമെന്ന് പറയാം. വചനം ഇപ്രകാരമാണ്: ഞാൻ ഇവിടെ നിന്ന് കൽദായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂദാ നിവാസികളെ ഈ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരാക്കി കരുതും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നല്ലവരാക്കി ദൈവം മാറ്റുമെന്നാണ് പറയുന്നത്. വീണ്ടും പറയാണ്, ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും. അപ്പോൾ ഇത്ര ദുഃഖത്തിൻ്റെ അവസ്ഥയ്ക്കായിരിക്കും, എന്നാൽ ദൈവം പറയാ ഞാൻ അവർക്ക് നന്മ വരുത്തും. വീണ്ടും സന്തോഷത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇപ്പോൾ ദുഃഖമാണ്, അടിമത്തമാണ്. ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. മറ്റൊരു വാഗ്ദാനം എന്താണെന്നറിയാമോ? ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല. ഞാൻ അവരെ നടും, പിഴുത് കളയുകയില്ല. എല്ലാ തരത്തിലും വളരെ അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ഒരിക്കലും തകർക്കില്ല, നശിപ്പിക്കത്തില്ല, നടും, ഒരു കളയത്തില്ല, നന്മയിൽ അവരെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓർക്കുക പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എല്ലാം നമുക്ക് നന്മയായി ചെയ്യും. എങ്ങനെയാണെന്നറിയാമോ? നാം ദൈവത്തിൽ വസിക്കണം, കൽപ്പന പാലിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ മാറ്റി മറയ്ക്കും. അതിന് പറയുന്നൊരു വചനം നമ്മൾ ധ്യാനിക്കുന്നത് ഏതാണെന്നറിയോ? യോഹന്നാൻ 1:12. അവിടെ വചനം പറയാണ്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കുക? അതിന് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവന് കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ദൈവമക്കൾ, ഇതാണ് അർത്ഥമാക്കുന്നത്. ദൈവമക്കൾ കള്ളം പറയത്തില്ല, ചീത്ത പ്രവൃത്തി ചെയ്യത്തില്ല. അപ്പോൾ ദൈവമക്കളാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന പറയുന്നത്. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിനെ വിശ്വാസം സ്വീകരിക്കുകയും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് അവൻ ദത്തെടുക്കും. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുകയൊക്കെ ചെയ്താൽ മതി. എന്തു ചെയ്യും? അവൻ നമ്മെ ദത്തെടുക്കും. അതുപോലെ തന്നെ അങ്ങനെ ദത്തെടുത്ത് ദൈവമക്കളാകുവാനുള്ള അവകാശം നൽകുകയും ചെയ്യുന്നു. ഈ അവകാശം എന്ന് പറയുന്നത് സൗജന്യമായിട്ട് നൽകുന്നതാണ്. മറക്കരുത്, ദൈവം എല്ലാം നമുക്ക് നന്മയ്ക്കായി പരിണമിച്ച് തരും. നമ്മളെല്ലാ പ്രവൃത്തികളും, ചീത്ത പ്രവൃത്തിയും നമുക്ക് തോന്നുന്നത്, മറ്റുള്ളത് നമ്മൾ പറയുന്നത്, അതെല്ലാം മാറ്റും, ദൈവം മാറ്റി തരും. ആ ഒരു വാഗ്ദാനം റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാം നന്മയ്ക്കായി പരിണമിക്കും, എല്ലാം നന്മയ്ക്കായി മാറ്റും.
തിന്മയെല്ലാം മാറ്റി നന്മയെ മാറ്റും. പ്രിയമുള്ളവരെ, ദൈവത്തെ പിതാവായി വിളിക്കാനുള്ള പദവി തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവൻ നമ്മുടെ പിതാവായി മാറുകയും ചെയ്യും. നാം അവനോടുകൂടി ആകുമ്പോൾ എന്തു സംഭവിക്കും? എൻ്റെ മനസ്സിൽ മാറ്റം വരും. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ? തമ്പുരാൻ്റെ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് തമ്പുരാൻ്റെ മനസ്സ് പോലെ ആകും. അപ്പോൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയമുള്ളവരെ, പഴയതെല്ലാം കടന്നുപോയി, പുതിയ സൃഷ്ടിയായി. അപ്പോൾ എൻ്റെ പഴയ സ്വഭാവം, പഴയതെല്ലാം മാറ്റപ്പെട്ടു. തമ്പുരാൻ്റെ ചേർന്ന് നിന്നപ്പോൾ പുതിയ വ്യക്തിയായി മാറി. അങ്ങനെ പുതിയ വ്യക്തിയായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയ സൃഷ്ടിയാകുമ്പോൾ നല്ല ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കും. ഈ നല്ല ഫലങ്ങൾ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഗലാത്യ 5:22 വായിക്കുന്നില്ലേ? എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസേവനം, ഇതൊക്കെയാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതാണ് അച്ഛൻ ധ്യാനിച്ചത്, പ്രാർത്ഥിച്ചത്. ഇതാണ് വലിയ സന്തോഷത്തിൻ്റെ വചനമായി അച്ഛൻ പങ്കുവച്ചത്. മറക്കരുത്, നിൻ്റെ മനസ്സ്, എൻ്റെ മനസ്സ് എത്രമാത്രം തിന്മ നിറഞ്ഞതാണെങ്കിലും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ചിന്തകളും എൻ്റെ സ്വഭാവം അല്ല, ഞാൻ തന്നെ എത്ര ചീത്തയായ വ്യക്തിയാണെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം എന്നെ മാറ്റും. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മനസ്സോടെ എൻ്റെ മനസ്സ് ചേർത്ത് വയ്ക്കും. അപ്പോൾ എന്തു ചെയ്യും? തമ്പുരാൻ എൻ്റെ പഴയ മനുഷ്യനെ ഇല്ലാതാക്കും. പുതിയ മനുഷ്യനെ എനിക്ക് ആയി എന്നെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ പഴയ തിന്മ എന്തു ചെയ്യും? എൻ്റെ മനസ്സിൽ പുതിയ നന്മയായി മാറും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിന്നെക്കുറിച്ച് പലതും പറഞ്ഞു. അതൊന്നും നീ മൈൻഡേ ചെയ്യേണ്ട. മറിച്ച് തമ്പുരാൻ്റെ ചേർന്ന് നിൽക്കുമ്പോൾ തമ്പുരാൻ നിന്നെ രൂപാന്തരപ്പെടുത്തും, പുതിയ വ്യക്തിയായി മാറും. ആത്മാവ് നിറഞ്ഞ, ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ് തുളുമ്പി ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന സർവ്വമക്കളെ അച്ഛനെ ഓർക്കാം. അച്ഛൻ്റെ ഇന്നത്തെ കുർബാനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങളെല്ലാവരും ദൈവം രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച സർവ്വമക്കളെയും അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വചനം ശ്രവിക്കുന്ന സർവ്വമക്കളിലേക്കും ഈ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഓരോ മക്കളായി ഇവരെ നീ മാറ്റണമേ. ദൈവമേ, ഞങ്ങളെത്രമാത്രം ആഴപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതുപോലെ നിന്നിൽ പുതിയ വ്യക്തിയായി മാറുവാൻ ഈ മക്കളെല്ലാവരെയും സഹായിക്കണമേ. അമ്മേ മാതാവേ, മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, ആരിലും തിന്മയില്ല, എല്ലാവരെയും നന്മയുള്ള വ്യക്തികളായി കർത്താവ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.